കർദിനാൾ ആലഞ്ചേരി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ 5.5 മണിക്കൂർ ഇരുന്നാണ് ചോദ്യം ചെയ്യൽ അനുഭവിച്ചതെന്ന് ഓർക്കണം. ഈ 5.5 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് ആ ഫയൽ പിന്നെ പൊങ്ങിയിട്ടില്ല. ഈ ഫയലെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതേപോലെ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ചെന്നാൽ എന്താണ് ഉണ്ടാവുക? ഒരു വിലപേശൽ മാത്രമാണ്. എനിക്കിത് തരാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് തിരിച്ചു തരാൻ പറ്റും. ഈ വിലപേശലാണ് മോളിൽ നടന്നത്, മോളിലത്തെ തട്ടിൽ. അപ്പൊ സഭാ നേതൃത്വത്തെ പാട്ടിലാക്കാൻ വേണ്ടി ഇത്തരം ഒരു വിലപേശൽ അവിടെ നടക്കുന്നു. അങ്ങനെയുള്ള BJP ബുദ്ധി കേന്ദ്രത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം, സഭാ നേതൃത്വത്തെ പാട്ടിലാക്കിയത് കൊണ്ട് സഭയിലെ താഴെയുള്ള മനുഷ്യരുടെ വോട്ടുകൾ കിട്ടാൻ സാധ്യതയില്ല. പണ്ടത്തെ പോലെയല്ല. ഒരു മെത്രാനച്ചൻ ഇടയലേഖനം വായിച്ചാൽ ഒരു ഇടവക പള്ളിയിലെ ആളുകൾ പോയി അത് കേട്ട് വോട്ടൊന്നും കൊടുക്കുകയില്ല. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ BJPക്ക് ഉള്ളതുകൊണ്ട് വളരെ കൃത്യമായ അജണ്ട പ്ലാൻ ചെയ്ത് വളരെ വ്യക്തമായി അവതരിപ്പിച്ചതാണ് ഇന്ന് ശ്രീ പി ആർ ശിവശങ്കർ ഇവിടെ അവതരിപ്പിച്ച കാര്യം. കാരണം ഷാനി ഒന്ന് ഓർക്കണം, ഇത്രയും കാലഘട്ടത്തെ ചരിത്രത്തിനിടയിൽ എവിടെയെങ്കിലും സീറോ മലബാർ സഭയുടെ ഒരു ഔദ്യോഗിക രേഖയിൽ ഏതെങ്കിലും ഒരു സമുദായത്തെ ഹനിക്കുന്ന തരത്തിൽ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടോ? അത് ഒരു 3-4 സിനഡുകൾക്ക് മുമ്പുള്ള ഒരു സിനഡിൽ സിനഡാനന്തര പത്രക്കുറിപ്പിൽ വളരെ കൃത്യമായി ലവ് ജിഹാദ് എന്നൊരു കാര്യം എഴുതി. ഇന്നലെ ഞാൻ ഒരു ചർച്ച കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഒരു BJP നേതാവ് എന്നെ വിളിച്ചു പറഞ്ഞു, ലവ് ജിഹാദ്, ലവ് ഫുഡ്, ലവ് ലാൻഡ്, പിന്നെ ലവ് ലീഗലോ അങ്ങനെ എന്തോ ഇവരിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഇതെല്ലാം ക്രിസ്തീയ സമുദായത്തിൽ ഉണ്ട്. ഷൈജുവിനെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഈ ക്രിസ്തീയ സഭയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ അവര് ഒരു സമുദായത്തിനെതിരെയുള്ള ഒരു സ്പർദ്ധ, ഷാനി ഞാൻ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള, ഞാൻ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഏതാണ്ട് ഒരു 50-60ഓളം വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. സീറോ മലബാർ സഭയായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സഭ എന്ന് പറയുന്നത് സീറോ മലബാർ സഭയായിരിക്കും. ഫേസ്ബുക്കിൽ ഇത്രയധികം ഫേക്ക് ഐഡികളുള്ള മറ്റൊരു സഭയുണ്ടാവില്ല. ഫേസ്ബുക്കിൽ ഇത്രയധികം ഗ്രൂപ്പുകളുള്ള മറ്റൊരു സഭയുണ്ടാവില്ല. അപ്പൊ അവരുടെ എല്ലാവരുടെയും പ്രചാരണത്തിൽ വളരെ കൃത്യമായി മുസ്ലിം സമുദായത്തിനെതിരെയുള്ള സ്പർദ്ധ, ഒരു വർഗീയ വിചാരം, വർഗീയ വികാരം ഉണർത്തുന്ന ഒരു സ്പർദ്ധ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എന്റെ അടുത്ത് വാട്സാപ്പിൽ എഴുതി ചോദിച്ചു, നിന്റെ മകളെ ഒരു ഇക്ക അടിച്ചുകൊണ്ട് പോകുമ്പോഴേ നീ തിരിച്ചറിയുള്ളൂ. ഇത്തരം പ്രചാരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇത് കേരളത്തിൽ വലിയ ദൂഷ്യമുണ്ടാക്കും. എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. LDF അടക്കം, UDF അടക്കം, BJP അടക്കം സകലരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കേരളത്തിലെ മനുഷ്യരെ തമ്മിൽ തല്ലിച്ച്, സാമാന്യം വേണ്ടുന്ന കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി ഈ മനുഷ്യരെ തമ്മിൽ തല്ലിച്ച്, ഈ ജാതീയമായി ഇവരെ വേർതിരിച്ച് ഈ വോട്ട് സമ്പാദിച്ച് നിങ്ങൾ എങ്ങോട്ടാ പോണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് വലിയൊരു അപകടത്തിലേക്കാണ് ചെല്ലുന്നത്. കൃത്യമായ അജണ്ടയാണ് ഈ പറയുന്നതെല്ലാം. വിവേചനം അനുഭവിക്കുന്നുണ്ട് എന്ന് ഈ വലിയ പൊതിഞ്ഞ ഭാഷയിൽ പറയുന്നത് പോലെ അല്ല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ബാക്കിയുള്ളിടത്തും ഒക്കെ നടക്കുന്നത്. അവിടെ നടക്കുന്നത് വളരെ കൃത്യമായ കുന്തവന വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ 80-20 വിവേചനം നടക്കുന്നതിലെല്ലാം ക്രിസ്തീയ സഭയിലെ ആളുകൾക്കൊക്കെ വിഷമം ഉണ്ടാവും. പക്ഷെ ആ വിവേചനം നടക്കുന്നതിനെ പരിഹരിക്കാനായിട്ട് ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയല്ല. ഷാനി ഒന്ന് ഓർക്കണം, ജസ്റ്റിസ് കമാൽ പാഷ തീവ്രവാദിയാണെന്നും പറഞ്ഞ് വാട്സാപ്പ് സന്ദേശങ്ങൾ വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി, ഏറ്റവും വലിയ തമാശ, ഞാനൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്ന ഏറ്റവും വലിയൊരു തമാശ, ജസ്റ്റിസ് കമാൽ പാഷ ചെയ്ത ഏക തെറ്റ് കർദിനാൾ ആലഞ്ചേരിക്കെതിരെ ഒരു വിധി എഴുതി എന്നുള്ളതാണ്. ആ വിധിക്ക് ശേഷമാണ് അതിന്റെ പിറ്റേ സിനഡില് ലവ് ജിഹാദ് എന്ന കാര്യം പൊട്ടിപ്പുറപ്പെട്ടത്. അതിന് പുറമെ മാർത്തോമാ നസ്രാണികളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മുഴുവൻ വലിയ തോതിലുള്ള മുസ്ലിം വിരുദ്ധതയായിരുന്നു. വലിയ തോതിലുള്ള പ്രചാരണം നടന്നു. ജസ്റ്റിസ് കമാൽ പാഷ ഒരു തീവ്രവാദിയാണെന്നുള്ള മട്ടിൽ അനവധി ലേഖനങ്ങൾ. സുഡാപ്പിയാണ് തീവ്രം. എന്തെല്ലാം തരത്തിലേക്കാണ് ഇത് പോകുന്നതെന്നറിയൂ. അത്രമാത്രം ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലാണ് ഷാനി നമ്മൾ. അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർ വർഗീയമായി മനുഷ്യരെ വേർതിരിച്ച് വോട്ട് പിടിക്കുന്ന ഈ സമ്പ്രദായം ദയവ് ചെയ്ത് അവസാനിപ്പിക്കണം. വലിയ അപകടമാണത്.